സാക്ഷരതയിൽ വളരെ മുന്നിലുള്ള ചെറിയ കേരളത്തിൻ്റെ മുന്നിൽ വലിയ കർണാടക സ്റ്റേറ്റ് സാക്ഷരതയിൽ പിന്നോക്കമുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ വലിയ വിഷമത്തോടുകൂടെ കാണുന്നൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ അൽഹംദുലില്ലാ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകളിൽ വൈജ്ഞാനിക മേഖലകളിൽ വലിയ പങ്കുവഹിച്ച മർക്കസു സഖാഫത്തി സുന്നിയ മഹത്തായ സ്ഥാപനത്തിൽ കേരളീയർക്കും കേരളേതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും വൈജ്ഞാനിക മുന്നേറ്റത്തിന് വലിയ കാരണമാണ് നമ്മുടെ സ്ഥാപനം. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർണാടക വിദ്യാർത്ഥികൾക്ക് മർക്കസ് എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും നമ്മുടെ സ്ഥാപനത്തിൽ കുല്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 10% നിന്ന് മുകളിൽ തന്നെ നമ്മുടെ കർണാടക വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 33 വർഷമായിട്ട് കർണാടക വിദ്യാർത്ഥികൾക്ക് മാത്രം മർക്കസിൽ KSO എന്നൊരു സംഘടന രൂപീകരിക്കാൻ അവസരം നൽകുകയും അത് മുഖേന ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മളെക്കൊണ്ട് നമ്മുടെ മുൻഗാമികളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. പ്രത്യേകമായി ഈ വേദിയിൽ ഷെയ്ഖുന ഉസ്താദ് അടക്കമുള്ള വില്യാപ്പള്ളി ഉസ്താദ് കഴിഞ്ഞ KSO തുടങ്ങിയ കാലം മുതൽ ഈ കാലം വരെ നമുക്ക് ഡയറക്ടറായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വില്യാപ്പള്ളി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ മുൻനിർത്തിയിട്ട് നമ്മുടെ KSO 33 വർഷം കൊണ്ട് കർണാടക വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സംഘടനയുടെ ആവശ്യം, സംഘടനയുടെ ആവശ്യം ഉണ്ടോ ഇല്ലേ, അവസരം കൊടുത്ത് അവർ എന്ത് ചെയ്തു. എന്നാൽ നമുക്ക് പറയാനുള്ളത്, കർണാടകയിൽ ഇന്ന് പോലും 25% മുസ്ലിമീങ്ങൾക്ക് പോലും നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന ബോധ്യം വരാത്ത രീതിയിലുള്ള വിഷമകരമായ കാലഘട്ടമാണ്. പക്ഷേ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ തീരപ്രദേശമാകുന്ന മംഗലാപുരം, കൊടക് ജില്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ കേരളം പോലെ അവിടെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകൾ തുറന്നു കിടക്കുകയാണെങ്കിലും അപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ, കഴിഞ്ഞ കൊല്ലം ഷെയ്ഖുന ഉസ്താദ് ഒരു സ്ഥലത്തേക്ക് പോയി വന്ന് നമുക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഒരു നോളജ് സിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു. അത്രക്കും ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളും ഉള്ള ചെറിയ പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നുപോലും അറിയാത്ത ഒരു രീതിയിലുള്ള വിഷമകരമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ 33 വർഷം കൊണ്ട് KSO കർണാടക വിദ്യാർത്ഥികൾ മർക്കസ് ഒരുപാട് ഇൽമ് വൈജ്ഞാനിക മേഖലകളിൽ നല്ല രീതിയിലുള്ള പോഷക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതോടൊപ്പം കർണാടകയിലുള്ള വിദ്യാർത്ഥികൾക്ക് KSO നമ്മുടെ ഈ സംഘടന കർണാടകയിൽ എങ്ങനെ ദഅവത്ത് നടത്താം, എന്താണ് കർണാടകയിൽ ദഅവത്ത് നടത്തേണ്ട ആവശ്യമുള്ളത്, എന്തിനാണ് ദഅവത്ത് നടത്തേണ്ടത് എന്നൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളാണ് KSO പ്രത്യേകിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 25% മുസ്ലിമീങ്ങൾക്ക് പോലും നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഒരുപാട് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള സഖാഫികളാണ്. അവിടെ കന്നഡ ഭാഷയിൽ ദഅവത്ത് നടത്തിയാലേ അവർക്ക് തിരിയുകയുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ദഅവത്ത് നടത്തുകയും ഒരുപാട് സഖാഫികളാണ്, സുഫിയാൻ സഖാഫി ഉസ്താദ് മസ്തർ എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകുകയും ഒരുപാട് സഖാഫികൾ ഒരുമിച്ച് കൂടിയിട്ട് ഇഹ്സാൻ സ്ഥാപനം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുകയും ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടങ്ങുകയും ഹനഫി ദഅവ മേഖലകൾ തുടങ്ങുകയും ഒക്കെ തുടങ്ങിയിട്ട് അവിടെ സഖാഫികൾ ഇന്ന് ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ മുന്നോട്ട് നിൽക്കുമ്പോൾ അതിൽ ചെറിയൊരു പങ്ക് KSOക്കും ഉണ്ട് എന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്, ഈ സംഘടന നമുക്ക് അൽഹംദുലില്ലാ ഈ വർഷം തന്നെ നമുക്ക് പറയാനുള്ളത്, കേരളം പോലെയല്ല, കേരളത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്, അനുയായികളായിട്ട് ഈ ഓരോ വർഷം ഇറങ്ങുന്ന സഖാഫത്ത്. കർണാടകത്തിൽ അങ്ങനെയല്ല. നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ കർണാടകയിൽ ഓരോ വർഷവും ഓരോ ആളുകളും ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, പിടിച്ച് നേതാക്കളാക്കാൻ വേണ്ടി. അതിനുള്ള ശ്രമവും കൂടി നമ്മുടെ സംഘടന നടത്തുന്നുണ്ട്. ഈ വർഷം 141 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്.
സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിദ്യാർത്ഥികളും ഓരോ ഉപസമിതിയിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് നമ്മളുള്ളത്. ഒരു വിദ്യാർത്ഥിയും വെറുതെ ഇരിക്കുന്ന വിദ്യാർത്ഥിയില്ല, ഒരു വിദ്യാർത്ഥിയും ദഅവ മേഖലയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വിദ്യാർത്ഥിയില്ല. 10 ഉപസമിതികളിലായി ഓരോ ഉപസമിതികളിലും 10 പദ്ധതികളാണ് റബീഉൽ അവ്വലിന് മുമ്പ് തീർത്തിട്ടുള്ളത്. അതുപോലെ റബീഉൽ അവ്വലിന് ശേഷം ഒരുപാട് പദ്ധതികൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ 141 മെമ്പേഴ്സ്മാരും നമ്മുടെ KSO സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്, എല്ലാ കമ്മിറ്റി അംഗങ്ങളാണ്, ഒക്കെ നേതാക്കളാണ്. അവരെ നേതാക്കളാക്കണം. നമ്മളെല്ലാവരും ഇവിടെ പഠിച്ച് നേതാക്കളായി പുറത്തിറങ്ങണം എന്ന രീതിയിൽ KSO ഇവിടെ പ്രവർത്തിച്ച് വരുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മർക്കസു സഖാഫത്ത് സുന്നിയ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. ശൈഖുന ഉസ്താദ് അടക്കമുള്ള നമ്മുടെ വില്യാപ്പള്ളി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ KSO അൽഹംദുലില്ലാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഉസ്താദുമാരുടെയൊക്കെ സപ്പോർട്ടും നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഈ വർഷം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ എണ്ണി പറയാൻ ഞാൻ ഉസ്താദുമാരെ ഇരുത്തിയിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ ചെറിയ ഒരു പ്ലാനിങ് നടത്തുകയും കർണാടകയിലുള്ള 1000 ലൈബ്രറികൾക്ക് 3 വർഷം കൊണ്ട് നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മുത്ത് നബിയെ പഠിപ്പിക്കുന്ന പുസ്തകം എത്തിക്കണം എന്ന് ഉദ്ദേശിക്കുകയും അതിൽ പകുതിയോളം നമ്മൾ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വലിൽ പിന്നെയും നമ്മളത് എത്തിക്കണമെന്നുണ്ട്. ഈ വർഷം കർണാടകയിലുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ വൈജ്ഞാനിക തലത്തുള്ള എല്ലാ നേതാക്കളോട് എടുത്ത് പോയി ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ അവർ നമ്മളെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും മുത്തുനബിയെ കുറിച്ചിട്ട് എന്തെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഒരു മീഡിയ വിഭാഗം ഉണ്ടാകുമ്പോൾ, ഒരു ന്യൂസ് വിഭാഗങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് പോയി ഈ പുസ്തകം കൊടുത്തിട്ട് ഇനി മുത്തുനബിയെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പുസ്തകത്തിൽ ഉള്ളത് മാത്രം പറയണം എന്ന് പറഞ്ഞ് നമ്മൾ അവർ കയ്യിൽ കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്ന് ഈ സമയത്ത് നമ്മൾ അത് മാത്രമല്ല മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് കർണാടക CM അടക്കമുള്ളവർ അവരുടെ ഫേസ്ബുക്കുകളിൽ ഒരുപാട് പുകഴ്ത്തി എഴുതി അവർ അറിയിച്ചത് ഈ സമയത്ത് ശൈഖുന ഉസ്താദിൻ്റെ മുമ്പിൽ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് പദ്ധതികൾ നമുക്ക് തുടങ്ങണം, ഒരുപാട് പദ്ധതികൾ നമുക്ക് നടത്തണം, ഒരുപാട് പരിപാടികൾ, ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു തുടക്കമാകട്ടെ ഈ നമ്മുടെ പരിപാടി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനയുടെ വേദിയിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ശൈഖുന ഉസ്താദ് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരും. അതോടൊപ്പം ഒരുപാട് പരിപാടികൾ, കർണാടകയുടെ ദഅവ മേഖലകളിലുള്ള പരിപാടികൾ മാത്രമാണ് ഇവിടെ നമ്മൾ 2 ദിവസത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതികളൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് 1-2 വാക്കുകൾക്ക് വിടാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.